ഹലോ ഗേയ്സ്, എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എങ്ങോട്ടാണ് മേക്കപ്പ് ഇല്ലാതെ പോണേന്ന്? അപ്പോൾ ഇത് വഴിയെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാവരും കമൻറ്റ് ചെയ്തായിരിക്കും, ചേച്ചി ഇതാണ് ചേച്ചിക്ക് നല്ല ഭംഗി, ഈ പൊട്ടും കൂടെ ചെറുതാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന്. പക്ഷെ ഒന്നും ഓർക്കണം, എനിക്കിത് കഴിയുന്നില്ല. എനിക്ക് വലിയ പൊട്ടും വലുതായിട്ട് എന്താ പിരുകും എഴുതി വാല് കണ്ണെഴുതു വാലിട്ടൊക്കെ എഴുതാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല മക്കളെ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. വേണ്ടേ, ഇന്നൊരു തിരക്കിട്ട ദിവസമായിരുന്നു കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് രാവിലെയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ വൈകുന്നേരം നമുക്കൊരു ക്ഷണമുണ്ട്, അപ്പോൾ അങ്ങോട്ടും പോകണം. ഒരു കൊച്ചിൻ്റെ 28 കെട്ട്. അപ്പോൾ പോകാതിരിക്കാനും പറ്റില്ല. കാരണം നമ്മുടെ ടീമിലുള്ള പെങ്കൊച്ചിന് ചേച്ചിക്ക് കൊച്ചുണ്ടായി. അപ്പോൾ ആ കൊച്ചിന് 28 കെട്ടാണ്. അപ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം അതുപോലെ തിരക്കായിരുന്നു. കാരണം നമുക്ക് പിറ്റേ ദിവസം പ്രോഗ്രാമുണ്ട്. അപ്പോൾ സാധനമൊക്കെ അലക്കി ഉണങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയത്. പിന്നെ വണ്ടിയിൽ നിന്നാണ് മേക്കപ്പ് ചെയ്തത്. കാരണം തിരക്കായതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് വണ്ടിയിൽ നിന്നാണ് മേക്കപ്പ് ചെയ്തത്. നിങ്ങൾ കണ്ടല്ലോ. അതെങ്ങനെ മേക്കപ്പ് ചെയ്ത് എനിക്ക് അറിയില്ല. കാരണം വളവ് വരുമ്പോൾ തെന്നിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ സ്ഥലത്തെത്തി. പിന്നെ ഒരു കാര്യം, ഇത് നമുക്ക് വേണ്ടി മാത്രം നടത്തിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. ഇതിൽ വേറെ ആരുമില്ല. ഒന്ന് നമ്മുടെ ടീം അംഗങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമുക്ക് വേണ്ടി മാത്രം അടുത്ത ഫംഗ്ഷനാണ്. ഇതാണ് നമ്മുടെ ടീമിൽ പെങ്കൊച്ച്. അപ്പോൾ ഇവളുടെ ചേച്ചിക്കല്ല കൊച്ചുണ്ടായത്. പിന്നെ നമുക്ക് തലേ ദിവസം പ്രോഗ്രാമുണ്ട്. പിന്നെ തലേ ദിവസം ഇവരുടെ പരിപാടി. കാരണം 28 കെട്ടൊക്കെ തലേ ദിവസമാണ്. അപ്പോൾ നമുക്ക് വരാൻ പറ്റാത്തതുകൊണ്ട്, നമുക്ക് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് ഇവർ വൈകിട്ടത്തെ നമുക്ക് വേണ്ടി, നമ്മുടെ ടീം അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ചെറിയൊരു ഇത് നടത്തിയത്. ഇത് ആ ചേച്ചിയുടെ മൂത്ത കൊച്ചാട്ടെ ഇത്. അവനാണ് എൻ്റെ സൈക്കിളിൽ എവിടെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചതാണേ. പിന്നെ കൊച്ചിൻ്റെ ഫോട്ടോ വീഡിയോസ് എടുക്കാൻ പറ്റിയ എന്തോ മറന്നുപോയി, സോറി. അപ്പോൾ നമ്മുടെ കൊട്ടാമല പെങ്കൊച്ചിൻ്റെ അച്ഛനമ്മയാണ്. പിന്നെ അമ്മയുടെ ചേച്ചിയും ഭർത്താവൊക്കെയാണ്. പിന്നെ ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. കാരണം രാവിലെ നേരത്തെ എനിക്ക് പോകണമുണ്ട്. ഞങ്ങൾ നേരത്തെ ഒരു 9 മണിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.